പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നമ്മുടെ വാരാന്ത്യ ധ്യാനം അഭിഷേകത്തോടു കൂടി കഴിഞ്ഞു. 120ഓളം പേര് ധ്യാനത്തിലുണ്ടായിരുന്നു. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതുപോലെ അഭിഷേകത്തോടെ ധ്യാനം കർത്താവ് നയിച്ചു. നമ്മുടെ അടുത്ത ധ്യാനം വരുന്നത് ഈ 31-ാം തീയതി മുതൽ ഓഗസ്റ്റ് 1, 2, 3 ദിവസങ്ങളാണ്. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ അച്ഛൻ ക്ഷണിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മക്കള് അറിഞ്ഞ് ജീവിക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളും ദൈവമക്കളുടെ ശക്തിയും അവർക്ക് ലഭിക്കുന്ന സ്വർഗത്തിന്റെ സഹായവും അത് സ്വന്തമാക്കി എടുക്കാനുള്ള വഴികളുമൊക്കെ അതിശക്തമായിട്ട് ഈശോ പറഞ്ഞുകൊണ്ട് വലിയ അഭിഷേകത്തിലേക്കും വിടുതലിലേക്കും ബലിയുടെ അനന്ത യോഗ്യതകളിലേക്കും കർത്താവ് നമ്മെ നയിക്കുന്ന, നമ്മുടെ കുടുംബവൃക്ഷത്തെ വിശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തുന്ന, തലമുറകളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കുരിശു മരണത്തിന്റെ അനന്ത യോഗ്യതകളിലേക്ക് നയിച്ചുകൊണ്ട് ജീവന്റെ സമൃദ്ധിയിൽ ആനയിക്കുന്ന വലിയ അനുഭവമാണ് ഈ ധ്യാനം എന്ന് അനേക മക്കള് സാക്ഷ്യപ്പെടുത്തുകയും അനുഭവിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയൊരു വിഷയം, കർത്താവിൻ്റെ ഒരു നിലവിളിയുണ്ട്, കേൾക്കാതെ പോകുന്ന നിലവിളി. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ, മാനവ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ നിലവിളി വളരെയേറെ വലുതാണ്. ജെറമ്യാ പ്രവാചന പുസ്തകത്തില് 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തില് ദൈവമായ കർത്താവ് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് പറയാ, എന്റെ ജനം 2 തിന്മകൾ ചെയ്തു. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലം പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. എൻ്റെ മക്കളെ, ദൈവത്തിന്റെ വലിയൊരു വേദനയാണ് എന്റെ ജനം എന്നെ ഉപേക്ഷിച്ചു. ആ നിലവിളി അന്നും എന്നും ഈ ലോകത്തില് മനുഷ്യന്റെ കുലത്തില് നിലവിളിച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു നിലവിളിയാണ്. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, നമ്മൾ ജീവൻ നൽകി, എല്ലാം നൽകി, ദൈവം തരാത്തതായിട്ടൊന്നുമില്ല. എന്നിട്ട് ആ ദൈവത്തിന്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, എന്റെ ജനം എന്നോട് ചേർന്ന് നിൽക്കണം. ഇത് ഈ ജെറമ്യാ പ്രവാചന പുസ്തകത്തില് ഒത്തിരിയേറെ സ്ഥലത്ത് ഇതിനെക്കുറിച്ച് പ്രവാചകനിലൂടെ അതിശക്തമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയാ, ഇവിടെ 13-ാം അധ്യായത്തില് അരക്കച്ച അരയോട് ചേർന്നിരിക്കേണ്ട പോലെ എന്റെ ജനം എന്നോട് ചേർന്നിരിക്കണം. അത് അവർ എന്റെ മഹത്വവും കീർത്തിയും അഭിമാനവും ആകാൻ വേണ്ടിയാ. നമ്മളെ ദൈവം സൃഷ്ടിച്ചത്, നമ്മുടെ മക്കളെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ മഹത്വം, അഭിമാനം, കീർത്തിയാകാൻ വേണ്ടിയാ. അതിനുവേണ്ടി ഈശോ പറയുന്നുണ്ട്, തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ എന്നോട് ചേർന്ന് നിൽക്കും മക്കളെ. അതിനുവേണ്ടി ഈശോയെ തന്നെ തന്നിട്ട് എന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോ കുദാശ വചനങ്ങളുടെ സമയത്ത് കർത്താവ് ചങ്ക് പൊട്ടി തന്റെ ശരീരവും രക്തവും കീറി മുറിച്ച് പങ്കുവച്ചോണ്ട് പറയണ്, ഇതെന്റെ ശരീരമാണ് മക്കളെ, വാങ്ങി ഭക്ഷിക്ക്. ഇതെന്റെ രക്തമാണ് മക്കളെ, വാങ്ങി പാനം ചെയ്യ്, നിങ്ങൾക്ക് ജീവനുണ്ടാകും. യോഹന്നാൻ 6:53 പറഞ്ഞില്ലേ, സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ഈശോ അതിനുവേണ്ടി ഈ ശരീരവും രക്തവും നൽകിയിട്ട് വിളിക്കാണ്, നിലവിളിക്കാണ്, വാങ്ങി ഭക്ഷിക്കും മക്കളെ. ഈ നിലവിളിയുടെ ഉത്തരം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നൽകാത്തതാണ് മനുഷ്യകുലത്തിന്റെ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ സഭയുടെ ഒക്കെ നാശത്തിൻ്റെയും തകർച്ചയുടെയും. പിശാച് ഇതുപോലെ അടിഞ്ഞ് ആടുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ശക്തമായിട്ട് ആക്രമിച്ച് പ്രവർത്തിച്ച് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഏറ്റവും വലിയ കാരണം ജീവജലത്തിന്റെ ഉറവയായ കർത്താവിനെ വിട്ടു, ജീവജലത്തിന്റെ ജീവന്റെ സമൃദ്ധിയായ ഈശോയെ വിട്ടു.
ഈശോ തന്ന ജീവൻ നൽകുന്ന വിശുദ്ധ കുർബാന വിട്ടു, ദിവ്യ കാരുണ്യ ബന്ധം വിട്ടു. അതുകൊണ്ട് ഞാൻ ഇന്ന് ദിവ്യകാലസന്നിധി ഇരിക്കുമ്പോ കർത്താവിന്റെ ഒരു നിലവിളി, കേൾക്കാതെ പോകുന്ന നിലവിളി, കർത്താവിന്റെ വേദന. മക്കളെ, ഏതൻ തോട്ടത്തില് പാപം ചെയ്ത് പിശാചിനെ കെട്ട് ഒളിച്ചോടിയ മനുഷ്യനോട് ദൈവം ചോദിക്കുക, ആദം നീ എവിടെ? ചങ്ക് പൊട്ടിയിട്ട ദൈവം ചോദിക്കുന്നത്, നീ എവിടെയാ? നീ എവിടെയാ? ഇന്നും ദൈവം ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് നൽകിയിട്ട് മക്കളെ നിങ്ങൾ എവിടെയാ? ഇന്ന് പല ദേവാലയത്തിലൊക്കെ ചെല്ലുമ്പോ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ജീവിക്കുന്ന മക്കളെ കാണുമ്പോ, വിശുദ്ധ കുർബാനയോട് ബന്ധമില്ലാത്ത ദിവ്യകാല സന്നിധിയില് അല്പം പോലും ഇരിക്കാൻ മനസ്സില്ലാത്ത വൈദികരെ, സന്യസ്തരെ, ജീവിതങ്ങളെ, മക്കളെ, കുടുംബങ്ങളെ കാണുമ്പോ കർത്താവിന്റെ നിലവിളിയാണ് മക്കളെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. നമ്മെ രക്ഷിക്കാൻ ജീവൻ പ്രദാനം ചെയ്യുന്ന യോഹന്നാൻ 10:10 ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടി വന്ന് ആ ജീവൻ നൽകുന്ന ഈശോയെ തന്നെ, ജീവനാകുന്ന ഈശോയെ തന്നെ തന്നിട്ട്, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ് തന്നിട്ട് ആ ഈശോയെ സ്വീകരിക്കാതെ മനുഷ്യൻ ജീവിക്കുമ്പോ കർത്താവിന്റെ ഒരു നിലവിളിയുണ്ട് മക്കളെ, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഈ നിലവിളിക്ക് ഒരു ഉത്തരമില്ലാതെ പോകുന്നതാണ്, ഒരു പ്രതികരണമില്ലാതെ പോകുന്നതാണ് ഇന്നത്തെ നാശത്തിന്റെ കാരണം എന്നുള്ള സത്യം ഈശോ നമ്മോട് പറയാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിലവിളിക്ക് ഒരു ഉത്തരം വേണം. ഇതല്ലാണ്ട് വേറെ വഴിയില്ല. നമ്മുടെ മക്കള് ഈശോയിലേക്ക് വരാനും, നമ്മുടെ കുടുംബാംഗങ്ങള് ഈശോയിലേക്ക് വരാനും, നമ്മൾ ഓരോരുത്തരും ഈ വഴിയിലേക്ക് വന്ന്, ഈ ജീവനിലേക്ക് വന്ന് ഈശോയെ സ്വന്തമാക്കി അരയോട് അരക്കച്ച എന്ന പോലെ, തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ നമുക്കിടയാകണം. നമുക്ക് സാധിക്കണം മക്കളെ, വേറെ വഴിയൊന്നുമില്ല. അത് ഇല്ലാത്തതിന്റെ ഒരു വേദന എന്ന് ഓർത്തു വെക്കി. കർത്താവിന്റെ വേദന എന്തായിരിക്കും മക്കളെ? കർത്താവിന് നിലവിളി എന്തായിരിക്കും മക്കളെ? കർത്താവിന് സങ്കടം നിലയ്ക്കാത്ത കണ്ണീര് പോലെ ഇന്ന് നമ്മെ നോക്കിയിട്ട് പിടക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ എത്രയോ വട്ടം എൻ്റെ മക്കളെ ഞാൻ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. ജെറൂസലേം, ജെറൂസലേം, എന്തു വേദനയാ കർത്താവിൻ്റെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മെ നോക്കി, നമ്മുടെ കുടുംബത്തെ നോക്കി, നമ്മുടെ മക്കളെ നോക്കി, നമ്മുടെ വൈദികരെ നോക്കി, നമ്മുടെ സന്യസ്തരെ നോക്കി, നമ്മുടെ സഭയെ നോക്കി ഈശോയുടെ ഒരു നിലവിളിയാണ്, കേൾക്കാതെ പോകുന്ന നിലവിളി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മക്കള് കർത്താവിൻ്റെ നിലവിളിയും ആഗ്രഹവും കണ്ട് കർത്താവിലേക്ക് വന്ന് കർത്താവിൽ ജീവിച്ച് കർത്താവിനാൽ നയിക്കപ്പെടുന്ന ഒരു കൃപാജീവിതത്തിനും ഒരു ദൈവൈക്യ ജീവിതത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. അതാണ് രക്ഷ. അത് മാത്രമേ രക്ഷയുള്ളൂ. വേറെ ഒരു വഴിയില്ല, വേറെ ഒരു സത്യമില്ല, വേറെ ഒരു ജീവനില്ല. പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കട്ടെ മക്കളെ. അച്ഛനും വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രത്യേകം ദിവസങ്ങളൊക്കെ ഒത്തിരി ധ്യാനങ്ങളും ശുശ്രൂഷകളും നാളെ കഴിഞ്ഞ് നമ്മൾ ദിവ്യകാരുണ്യ യാത്രയൊക്കെ പോവുകയാണ്. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ നിലവിളിയെക്കുറിച്ച്, അങ്ങയുടെ സങ്കടവും അങ്ങയുടെ നിലയ്ക്കാത്ത കണ്ണുനീരും ഞങ്ങൾക്ക് വേണ്ടി എന്തിനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ജീവൻ നൽകി. അങ്ങയെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങയെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടും അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് ജീവൻ നൽകി. എന്നാൽ അങ്ങയുടെ മക്കള് അങ്ങ് പറഞ്ഞ പോലെ ജീവജലത്തിന്റെ ഉറവയായ അങ്ങയെ ഉപേക്ഷിച്ചുകൊണ്ട് ജലം പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്ത ലോകസുഖത്തിന്റെ പിന്നാലെ, വ്യക്തിബന്ധത്തിന്റെ പിന്നാലെ, സമ്പത്തിന്റെ പിന്നാലെ, ജഡികാസക്തിയുടെ പിന്നാലെ, പലതിൻ്റെ പിന്നാലെ പോവുകയാണ്. നശിച്ചു പോകുന്ന ഞങ്ങളുടെ മക്കള്
ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ ഈശോയെ അങ്ങേക്ക് അടുക്കുവാനുള്ള, അങ്ങ് പറയുന്ന പോലെ അങ്ങയോട് ചേർന്ന് അരക്കച്ച അരയോട് ചേർന്ന പോലെ, ശാഖ തൈത്തണ്ടിനോടുന്ന പോലെ ഈശോയെ അങ്ങയോട് ചേർന്ന് ജീവിക്കാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ യുവമക്കളെയും കുഞ്ഞുമക്കളെയും ദിവ്യകാരുണ്യ ഈശോ അടുത്ത ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നമുക്കറിയാലോ, ഈശോയെ വിട്ടു പോകുന്ന മക്കൾ നശിച്ച് ഉണങ്ങിപ്പോകുന്ന സത്യമാണത്. നമ്മൾ ഒത്തിരിയേറെ കാണുന്ന കാര്യങ്ങളാണ്. ഈശോയെ ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഏതവസ്ഥയിലും അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ, അനുഗ്രഹം, ശക്തി, മനസ്സ് നൽകി അനുഗ്രഹിക്കണമേ. ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഈ അനുഗ്രഹം കിട്ടിയാൽ, ഒരു വലിയ ബന്ധത്തിൽ വളരാൻ കഴിഞ്ഞാൽ, സത്യം കർത്താവിന്റെ പ്രോമിസാണ്, വാഗ്ദാനമാണ്, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണോ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണോ, പരീക്ഷ ജയിക്കണോ, ജോലി കിട്ടണോ, ഈ ബന്ധത്തിൽ നിലനിൽക്കണം. ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ള ബന്ധമല്ല, ഈ ബന്ധത്തിൽ നിലനിൽക്കണം. കർത്താവിന്റെ വേദനയാണ്. പിടക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിൽ എന്ന പോലെ അവിടുത്തെ ചെറുകൻ കീഴിൽ ചേർത്ത് പിടിക്കാം. അതിനുവേണ്ടി സമർപ്പിക്കാം. ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ ആശീർവദിക്കുകയാണ് മക്കളെ. പ്രാർത്ഥനയോടുകൂടി ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് എടുത്തു ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് ജീവിക്കാനുള്ള, ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള, ഈശോയോട് സ്വന്തമായി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മക്കളെ ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.